എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അതായത് അതെങ്ങനെ ഉൾപ്പെട്ടു, അതുപോലെ തന്നെ ആ ലിസ്റ്റുകളുടെയൊക്കെ ജോലി സാധ്യത എങ്ങനെയാണ്, അതുപോലെ ഈ ലിസ്റ്റുകളിലേക്ക് ഞാൻ എങ്ങനെയാണ് കയറിയത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട്ടമ്മയാണ്, അതുപോലെ തന്നെ ചെറിയ കുട്ടിയുണ്ട്. അപ്പം ഇവനെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പഠിച്ച് ലിസ്റ്റിൽ കയറിയത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒക്ടോബർ 22-ാം തീയതി നമുക്കൊരു വലിയ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 3 ലിസ്റ്റുകളിലാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റ്. അതിൽ 27ാമത്തെ റാങ്കാണ് ഉള്ളത്. അതാണ് ഏറ്റവും ജോലി സാധ്യത ഉള്ള ഒരു റാങ്ക് എന്ന് പറയാൻ ആ ഒരു ലിസ്റ്റ് മാത്രമാണ്. പിന്നെ ഉള്ള ലിസ്റ്റ് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ആണ്. അതിൽ 112ാമത്തെ റാങ്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് SC/ST കോർപ്പറേഷൻ്റെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2. അതിൽ 58ാമത്തെ റാങ്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും റാങ്ക് ലിസ്റ്റുകളിലാണ് ഞാൻ നിലവിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് 2021 വിളിച്ച പോസ്റ്റാണ്. ആ സമയത്ത് മോനുണ്ടായിരുന്നില്ല, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ലിസ്റ്റിൽ കയറാൻ ഇടം നേടാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഈ ഒരു പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് ഏറ്റവും അതായത് ഇതിൽ കാണുന്ന കുറച്ച് പേരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയമാണ് ഏറ്റവും യോജിച്ച സമയം. അതായത് വേറെ കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യോജിച്ച സമയമാണ് ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. കുറച്ചധികം റെസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കാൻ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ടൈപ്പിസ്റ്റ് കാറ്റഗറിയിലുള്ള ലിസ്റ്റിൽ കയറുന്നത്. മുന്നേയും ലിസ്റ്റുകളിൽ ഉണ്ട്, വേറെ 2 ലിസ്റ്റുകളിലുണ്ട്. അത് ജനറൽ PSC ആണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആദ്യമായിട്ട് ലിസ്റ്റ് കയറുന്നത് LGS ആണ്. LGSൻ്റെ ലിസ്റ്റിലാണ്. അത് കഴിഞ്ഞ് പിന്നെ എക്സൈസിൻ്റെ ആണ്, വയനാട് എക്സൈസിൻ്റെ ആണ് ലിസ്റ്റിൽ കയറിയത്. അതിൽ 38ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നെങ്കിലും ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ഈ 2 ലിസ്റ്റുകളിലും എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടില്ല. പിന്നെ വന്ന ലിസ്റ്റാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റ്. അതിൽ 27ാമത്തെ റാങ്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു റാങ്കാണ്, എന്നെ സംബന്ധിച്ച് നല്ലൊരു റാങ്കാണ് ഈ ഒരു ലിസ്റ്റിൽ കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് കൂടുതൽ പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്, അതായത് നമ്മൾ ഒരു ജോലി, അതായത് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു ജോലിയാണ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അത്രയും വേണമെന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിസ്റ്റ് കയറാൻ പറ്റും. ബാക്കിയുള്ള 2 ലിസ്റ്റുകൾ ഇപ്പോൾ ഇന്ന് വന്നതും അതുപോലെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെതും പ്രതീക്ഷയില്ല. ആകെ പ്രതീക്ഷയുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്റ്റുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റുകളിൽ കുറേ ഷോർട്ട് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ഷോർട്ട് ലിസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോ കാണുന്നതിൽ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേര് കമൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഷോർട്ട് ലിസ്റ്റുകളിലും വന്നിട്ട് ഇത്രയായിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേയും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് EWSO അങ്ങനെയുള്ള ഒരു റിസർവേഷനും ഇല്ല. ഓപ്പൺ കാറ്റഗറിയിൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഇതിൽ, അതായത് എനിക്ക് ലിസ്റ്റുകളിലേക്ക് കയറാൻ സഹായിച്ച, പഠിക്കാൻ ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് അതാണിപ്പം പറയാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് തോന്നിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ബേസ് ഒന്ന് പഠിച്ചെടുക്കുക. ബേസ് പഠിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കിട്ടാവുന്ന അത്രയും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, 2006 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് ഈ നോട്ട്സ്, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം അതിലുള്ള ഓരോ ക്വസ്റ്റ്യനും ലാപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നോട്ട് പ്രിപ്പയർ ചെയ്ത് ലാപ്പിലാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും സെക്ഷൻ വൈസ് ആയിട്ട് ഇട്ടതിന് ശേഷം അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു സെക്ഷൻ, അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ ഹെഡിങ് കൊടുത്തതിന് ശേഷം നോട്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കിട്ടുന്നതാണെങ്കിൽ അതും അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. അതായത് ബേസ് ആയിട്ട് പഠിച്ച ആ ഒരു നോട്ട് PDF ആയിട്ട് ചെയ്തു, അതായത് വേർഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് അത് ഓരോ ടോപ്പിക്കായിട്ട് തരം തിരിച്ച് അങ്ങനെ അതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ സെക്ഷനിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നോട്ട്, ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട് റെഫർ ചെയ്തിട്ട് അത് ആ ഒരു നോട്ടിൽ വരുന്ന ടോപ്പിക്കാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ അതിലേക്ക് ഇതും കൂടി ആഡ് ചെയ്തു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്തതിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പഠിക്കുന്നത് അതായത് ബേസ് പഠിച്ച് നോട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടുമ്പോൾ, അതായത് ഓരോ ടോപ്പിക്കിലായിട്ട് ഇടുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ ബേസ് മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചതല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അതായത് നമുക്ക് ആ കണ്ടന്റ് പഠിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അത് മാറ്റി ചോദിക്കാമെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അതായത് റെയർ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. ഓക്കെ, അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇംഗ്ലീഷ് മലയാളം അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. GK ആണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്, അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതായത് GK പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു 10 മാർക്കിന് നമുക്കുള്ളൂ. അപ്പോൾ ഈ ഇംഗ്ലീഷ് മലയാളം നല്ല ബേസ് ഉണ്ട്. പിന്നെ ആകെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിംഗ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് PDF ആയിട്ടാണ് ചെയ്തത്. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്തിട്ട് അത് ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അതിൻ്റെ കൂടെ, അതായത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ നോട്ട് കൂടി ആഡ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം 1-2 വരി വിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ആൻസർ ആഡ് ചെയ്തത്. ആൻസർ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഒപ്പം ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി റെഫർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ആ റിവിഷൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകും. അതുപോലെ തന്നെ ആൻസർ നമ്മൾ നോക്കാതെ പഠിക്കും. അങ്ങനെ പഠിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുത്തത്. അത് അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറാൻ പറ്റുന്ന ഒരു മാർക്ക് ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്ന ആ ഒരു ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. 70നോട് അടുപ്പിച്ച മറ്റുമാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് വരുന്നത് 70-75 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ പറ്റും, ഓടിയെത്താൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ എക്സാം വരുമ്പോഴും സിലബസ് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യും. അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഇതിലെത്താൻ പറ്റുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2017-18 ആ ഒരു സമയത്താണ് എക്സാമുകൾ എഴുതി തുടങ്ങിയത്. ആ ഒരു സമയം തൊട്ട് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ല, എന്നാലും പഠിച്ച ഭാഗങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും ഏതെങ്കിലും ഭാഗം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം നോട്ട് ചെയ്ത് വെക്കും. അതായത് ഓരോ എക്സാം കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏത് ഭാഗത്താണ് നമുക്ക് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തെറ്റ് കൂടുതൽ വരുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം അടുത്ത എക്സാമിന് പോകുമ്പോൾ ആ ഒരു ഭാഗം, അതായത് എനിക്ക് തീരെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഭാഗം അല്ലെങ്കിൽ തെറ്റിച്ച ഭാഗം ഒന്നുകൂടി നന്നായി പഠിച്ചതിന് ശേഷം ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒരിക്കലും ആദ്യം തന്നെ നമുക്ക് ഒരു 60-70 ആ ഒരു റേഞ്ച് കിട്ടിയിട്ടില്ല. ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ ഇതിൻ്റെ എക്സാമിനൊക്കെ ഒരു 20-25 മാർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് മലയാളം നല്ല ബേസ് ഉണ്ട്. അതിന് നമുക്കറിയാം ഇപ്പോൾ 20-40 മാർക്കാണ് നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ 40 മാർക്കിൽ ഏകദേശം ഒരു 30 മാർക്ക് സ്കോർ ചെയ്ത്, 30 അല്ല 35 വരെയൊക്കെ സ്കോർ ചെയ്യാറുണ്ട്. ഏകദേശം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റും. പിന്നെ മലയാളം അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു രീതിയിലാക്കി എടുത്തതാണ്. ആദ്യം തന്നെ നിങ്ങൾ അതായത് PSCക്ക് അതായത് എക്സാം എഴുതി തുടങ്ങുന്ന ആൾക്ക് ഒരിക്കലും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളെ പഠനത്തിൻ്റെ സമയം, പഠനത്തിൻ്റെ രീതി ഇതൊക്കെ മാറ്റേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ഇതിനനുസരിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ഏതാണ് എളുപ്പമുള്ളത്, അത് മനസ്സിലാക്കിയിരിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു
അതായത് ഈ ലിസ്റ്റിൽ വരുന്ന ആ ഒരു സമയം എക്സാം എഴുതുന്നത് തൊട്ടുള്ള സമയത്ത് ഒരു ദിവസം പോലും അല്ലെങ്കിൽ 1-2 ദിവസം ഗ്യാപ്പ് വരാം, എന്നാലും ഏകദേശം എല്ലാ ദിവസവും ഈ ഒരു PSU ആയിട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായിട്ട് ടച്ച് വിട്ട് പോയിട്ടില്ല. ഓക്കെ, ആ ഒരു ഡെലിവറീൻ്റെ സമയത്ത് കുറച്ച് വിട്ടുപോയി എന്നല്ലാതെ ഇന്ന് പോലും എനിക്കത് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ വീഡിയോയും എന്തായാലും ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പെയ്ഡ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഡെയിലി പഠിക്കാറുണ്ട്. പഠിക്കാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും പഠനം തന്നെയാണ്, പഠിപ്പിക്കുമ്പോഴും പഠനം തന്നെയാണ്. പിന്നെ അതുപോലെ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുമ്പോഴും അതും ഒരു പഠനമാണ്. സത്യം പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അതിൽ തെറ്റുവന്ന ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കുക. അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ദിവസവും കുറച്ച് സമയമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ പെയ്ഡ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പഠിച്ച മെറ്റീരിയൽ, അതായത് എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ സഹായിച്ച മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, ലോങ് ടേം ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒക്ടോബറോട് കൂടിയിട്ട്, അതായത് ഈ നമ്മൾ ഒക്ടോബർ 22-ാം തീയതി എക്സാം ഉണ്ട്. അതിനുശേഷം അഡ്മിഷനോ അതുപോലെ തന്നെ മറ്റ് വീഡിയോ ക്ലാസ്സുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് കാരണം പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട്, അതായത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് സൗകര്യത്തിന് കാണാൻ പറ്റും. ഓക്കെ, അടിപൊളി സെഷൻസ് ആണെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ടാണ് ഈ ഓരോ കോഴ്സിനും ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത കോഴ്സിൽ നിന്നും ഏറ്റവും വ്യത്യസ്തത എന്ന് പറയുന്നത് ഡെയിലി 30 കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കമ്പ്യൂട്ടർ, വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, ഈ ഒരു സെക്ഷനിൽ നിന്നാണ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത്. ഡെയിലി പോൾസ് ഉണ്ട്, അതുപോലെ ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും 50 ഡേയ്സ് ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ 30 പോൾസും പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ദിവസം ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അതുപോലെ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോട്ട് PDF ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പോളുകൾ ചെയ്യാൻ പറ്റും. വീഡിയോ ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് കോഴ്സ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു അവസരം കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അവസരം പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും എക്സാമുകൾ അടുപ്പിച്ച് വരുന്നത്. ഇത് വലിയൊരു അവസരം തന്നെയാണ്. ഓക്കെ, അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക, മാറ്റം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത മെത്തേഡാണ് എന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ ഒരു പഠന മെത്തേഡാണ്, അതായത് പഠനത്തിന് വെച്ചുള്ള മെത്തേഡാണ് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എനിക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മാത്രം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.